പ്രതീക്ഷിച്ചിരുന്നല്ല അല്ല, കാരണം നല്ലോണം കളിച്ച് നല്ല കണ്ടൻറ്റ് കൊടുത്ത് കളിച്ചു വന്നുകൊണ്ടിരുന്നതാണ്. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തോന്നിപ്പോയൊരു, അതിപ്പം നമുക്കാണെങ്കിലും തോന്നുന്നതാണ്. പുള്ളി തുടലെന്ന് ഒരു 3 പ്രാവശ്യം പറഞ്ഞു, ഒന്നിപ്പഴിച്ച 3 4ത്തെ പ്രാവശ്യം പുള്ളി തള്ളി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പ്രവോക്ക് ചെയ്യുന്ന കൂടാതെ ഒരാൾ തുടലെന്ന് പറഞ്ഞാൽ തുടരുതെന്ന് തന്നെയാണ് അറിഞ്ഞർത്ഥം. അതും ഫിസിക്കൽ അസോൾട്ടായിട്ട് തന്നെയാണ് വരുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല ബ്രോ, അതിനകത്ത് കുറേ റൂൾസും കാര്യങ്ങളും അല്ലാതെ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ കണ്ണിൽ പുള്ളി തൊട്ടിട്ടേ ഉള്ളെന്നാണ് പറയുന്നത്. പക്ഷേ തുടലെന്ന് പറഞ്ഞിട്ട് തൊട്ടു, അതാണ് പുള്ളി അടിച്ചത്. പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി എന്താണോ അതാണ് പുള്ളി അതിനകത്ത് കാണിച്ചേക്കുന്നത്. പുള്ളി അതിനകത്തൊരു ഫേക്ക് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ ക്യാരക്ടർ വിളിച്ച് കളിക്കാനോ ഇതുവരെ പോയിട്ടില്ല. പുള്ളി നെഞ്ചു വിരിച്ച് പോയി, പുള്ളി നെഞ്ചു വിരിച്ച് തന്നെ തിരിച്ചു വരുന്നത്. ആ കാര്യത്തിൽ പുള്ളി ഇപ്പം 100 ദിവസം നിൽക്കേണ്ട കണ്ടൻറ്റ് പുള്ളി ഓൾറെഡി അതിനകത്ത് കൊടുത്ത് കഴിഞ്ഞു. അതിപ്പോൾ എല്ലാവർക്കും വരുമല്ലോ ബ്രോ, എന്താണെങ്കിലും ട്രോള് വരും. പുള്ളി കരഞ്ഞത് നല്ലൊരു മനസ്സുള്ളതുകൊണ്ടല്ലേ പുള്ളി കരഞ്ഞത്. അത് നമ്മൾ കാണാതെ പോകുന്നത്. പുള്ളിക്ക് നല്ലൊരു മനസ്സുള്ളതുകൊണ്ടാണ് പുള്ളി കരഞ്ഞത്. പുള്ളി ചെയ്ത തെറ്റ് അപ്പം തന്നെ ഏറ്റു പറയുകയും ചെയ്തില്ലേ, അല്ലാതെ ന്യായീകരിക്കാനല്ലല്ലോ പുള്ളി നിന്നത്. അത് ബിഗ് ബോസിൻ്റെ കാര്യമല്ലേ ബ്രോ, നമുക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവരുടെ അത് തെറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളൂ. കൊടുക്കണമായിരുന്നു. അതെ പ്രോപ്പർട്ടി ഡാമേജുമായിട്ട് ഒരു വാണിംഗ് കൊടുത്തിരുന്നതായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിപ്പം ദേഹത്ത് കൈവച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ വെളിയിൽ പോയത്. പ്രോപ്പർട്ടി ഡാമേജുമായിട്ട് അതിനകത്ത് ബന്ധമില്ലല്ലോ. അതിപ്പോൾ ഒരു വാണിംഗ് കൊടുത്തല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് നോമിനേഷനിലേക്കല്ലേ വിട്ടുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയായിരുന്നു നമ്മളും വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ പെട്ടെന്നായിരുന്നു ഇന്ന് രാവിലെ വരുന്നെന്നുള്ള അറിയിപ്പ് കിട്ടിയത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, മുന്നോട്ട് ഇനി എന്താണെന്ന് അറിഞ്ഞുകൂടാ. റോക്കി ഇല്ലാതെ എങ്ങനെയാണ് ഇനിയും അകത്ത് കണ്ടൻറ്റ് പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. അത് ബ്രോ അതെനിക്ക് കറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ, ഓരോരുത്തരുടെ മനസ്സ് ഓരോന്നല്ലേ. അൻസിബ പറഞ്ഞതിനകത്ത് കാര്യമുണ്ട്. അൻസിബ കറക്റ്റ് കാര്യങ്ങളല്ലേ എടുത്ത് പറഞ്ഞത്. അൻസിബ പറഞ്ഞത് ന്യായമായിട്ട് തോന്നിയിട്ടുണ്ട്. അൻസിബ പറഞ്ഞത് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലാതെ ബാക്കിയുള്ളവർ അറിഞ്ഞുകൂടാ എങ്ങനെയാണെന്ന്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.